44 റൺസ് നൽകി 7 റൺസ് വിട്ടുകൊടുത്തു കഴിഞ്ഞു. നാസർ 3 പന്തുകളിൽ 7 റൺസ് വിട്ടുകൊടുക്കുന്നു. ചെയ്യാനുള്ള ശ്രമം, പക്ഷേ സിംഗിൾ സ്കോർ 45 റൺസ് നിലയിൽ സ്കോർ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ടീമിന് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. ഒരു സിക്സർ അടിച്ച താരമാണ് ഇവിടെ, പക്ഷേ ഉയർന്നു വരുന്ന പന്ത് ഇവിടെ വൈഡ് സിഗ്നൽ നൽകുന്നു. ഈ സിഗ്നലോടുകൂടി സ്കോർ ബോർഡ് 46 റൺസ് എന്ന നിലയിൽ നാസർ അദ്ദേഹത്തിന്റെ 4 പന്തുകൾ എറിഞ്ഞു കഴിഞ്ഞ് 2 പന്തുകൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. നിർണായക ഓവർ തന്നെയാണ്. മികച്ച രീതിയിൽ മികച്ച പന്താണ് റിഷാദ് ഫീൽഡ് ചെയ്യുന്നു. രണ്ടാമത്തെ റൺസും പൂർത്തീകരിക്കുന്നു. രണ്ടാമത്തെ റൺസും പൂർത്തീകരിക്കുമ്പോൾ 5 പന്തുകൾ അവസാനിക്കുന്നു. സ്കോർ ബോർഡ് 74 റൺസിന്റെ വിജയലക്ഷ്യമാണ് ടീമിന് വേണ്ടതെങ്കിൽ 48-ലെത്തിയിരിക്കുന്നു. ഒരൊറ്റ പന്ത് മാത്രം ബാക്കി നിൽക്കുക. ഇനി 7 പന്തുകൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. 7 പന്തുകൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. 26 റൺസിന്റെ ആവശ്യമാണ്. 7-26 അടിക്കുന്നു. ഇവിടെ സിംഗിൾ ചെയ്യുമ്പോൾ 25 റൺസ് വേണം. ഇനിയുള്ള അവസാന ഒരൊറ്റ ഓവർ മാത്രമാക്കിയുള്ള 25 റൺസിന്റെ ആവശ്യം. ആരായിരിക്കും അവസാന ഓവർ ചെയ്യേണ്ടത്? റിഷാദ് മാജിക്കൽ ബോളർ റിഷാദിന്റെ കൈകളിൽ ഏൽപ്പിക്കുമോ എന്ന് കണ്ടേണ്ടതുണ്ട്. ആവശ്യമാണ് ഇവിടെ. മാജിക്കൽ ബാളാണ് ഇവിടെ. മോഹനാമിന്റെ ശൈലിയിൽ ആ രീതികളിൽ ഇവിടെ വന്നിരിക്കുന്ന താരമാണ് ഇർഷാദ്. അദ്ദേഹം വരുമ്പോൾ സത്താർ വെള്ളിപ്പടമാണ് ഹാബിറ്റ്. വളരെ അപകടകാരി. മത്സരത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന കെൽപ്പുള്ള സിക്സറിന്റെ പെരുമളമായിരിക്കാൻ കെൽപ്പുള്ള താരമാണ് സത്താർ വെള്ളിപ്പടം. അദ്ദേഹം ഇവിടെ നിർവാഹത്തെ ഇവിടെ ഒക്കേഷൻ ശരിയാണ്. 2 ടീമുകൾ നിസാർ അതുപോലെ തന്നെ ഗ്രീൻ സ്റ്റാർ എത്രയും പെട്ടെന്ന് ക്യാപ്റ്റന്മാർ വരിക. മികച്ച രീതിയിൽ ഒരു ബൗണ്ടറിയുടെ അരികിൽ ആ പന്ത് ഒരു ബൗണ്ടറി ഉറപ്പാണെങ്കിൽ, പക്ഷേ അദ്ദേഹം മികച്ച രീതിയിൽ ബാക്കപ്പ് ചെയ്യുന്നു. ഒരൊറ്റ ബാക്കപ്പ് മാത്രമാണ് ഇവിടെ പറഞ്ഞു മുൻപാക്കിയുള്ളത്. മികച്ച രീതിയിൽ അദ്ദേഹം ബാക്ക് ചെയ്യുമ്പോൾ ഇവിടെ 5 പന്തുകൾ 25 റൺസ് വേണം. സർക്കാർ വെള്ളിപ്പദ്ധതി ഇവിടെ അടിച്ചുകൊണ്ട് 19 റൺസിന്റെ ആവശ്യം. ഇനിയുള്ള 4 പന്തുകളിൽ 3 സിക്സർ അടിച്ചാൽ മത്സരം സമനിലയിൽ. സർക്കാർ വെള്ളിപ്പദ്ധതി ഇനിയുള്ള 3 സിക്സർ അടിച്ചാൽ മത്സരം സമനിലയിൽ. 19 റൺസിന്റെ ആവശ്യം. 3 to go, 19 to get. 3 to go, 19 to get. 3 പന്തുകൾ വേണ്ടത് 19 റൺസാണ്. ഒരു സിക്സർ അടിച്ചു കഴിഞ്ഞു. ഇനി 3 പന്തുകൾ ബാക്കിയുള്ള സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ട് ആ പന്ത് അദ്ദേഹത്തിന്റെ ബാറ്റിൽ തട്ടുന്നില്ല. ഇവിടെ 2 പന്തുകൾ അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഇവിടെ ഫ്രണ്ട്സ് വെള്ളിപ്പതിന് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ 2 പന്തുകൾ 19 റൺസിന്റെ ആവശ്യം. വീണ്ടും ഇവരെ വിജയത്തിനരികിൽ ഫ്രണ്ട്സ് വെള്ളിപ്പറവിന് വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ സർക്കാർ വെള്ളിപ്പറവ് പൊരുതിയെങ്കിലും മറുഭാഗത്ത് വിക്കറ്റുകൾ കളഞ്ഞു കുറിച്ച് തന്നെയാണ് ക്ഷീണം സംഭവിച്ചതെങ്കിൽ ഇവിടെ വിജയത്തിന്റെ അരികിൽ KFC കുമ്പള